ഇറാനും ഇറാന്റെ ആണവായുധ വികസനവും വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ്. ഇസ്രായേൽ വീണ്ടും ഇറാനെ ആക്രമിക്കാൻ പദ്ധതി തയ്യാറാക്കുന്നതായുള്ള സൂചനകളിൽ നിന്നാണ് ഇത്തരമൊരു ചർച്ച വീണ്ടും സജീവമാകുന്നത്. ഇറാന്റെ ആണവ വ്യാപന പദ്ധതി ഇസ്രായേലിനെ ആശങ്ക ശക്തമാക്കിയിട്ടുണ്ട്. ഇക്കാര്യം യുഎസിനെ കൂടി ധരിപ്പിച്ച് ഇറാനെ ആക്രമിക്കാൻ പദ്ധതി തയ്യാറാക്കുകയാണ് ഇസ്രായേൽ. ഒറ്റയ്ക്ക് ഇറാനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അത് തിരിച്ചടിക്കുമെന്ന് ഇസ്രായേലിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് അമേരിക്കയെ ഇതിനായി കൂട്ടുപിടിക്കുന്നത്. തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ഇറാൻ ആലോചിക്കുന്നതായുള്ള റിപ്പോർട്ടുകളാണ് ഇസ്രായേലിൽ ആശങ്ക ജനിപ്പിക്കുന്നത്. ഇക്കാര്യം യുഎസിനെ കൂടി അറിയിച്ച് യുഎസിന്റെ കൂടി സഹായത്തോടെ ഇറാനെതിരെ വീണ്ടും സൈനിക നടപടി ആരംഭിക്കാനാണ് ഇസ്രായേൽ തയ്യാറെടുക്കുന്നത് എന്നാണ് പശ്ചിമേഷ്യയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ മാസം അവസാനം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന് സൂചനകളുണ്ട്. തീയതി തീരുമാനിച്ചിട്ടില്ല എങ്കിലും ഡിസംബർ 29-നായിരിക്കും കൂടിക്കാഴ്ച നടക്കുക എന്നാണ് സൂചന. ഈ കൂടിക്കാഴ്ചയിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി വ്യാപനത്തെക്കുറിച്ചും ഈ ഭീഷണിക്കെതിരെ നടപടിയെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും നെതന്യാഹു ട്രംപിനെ ധരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിക്കാനുള്ള നീക്കങ്ങളെക്കുറിച്ചാകും നെതന്യാഹു ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യുക. ഇറാനെ വീണ്ടും ആക്രമിക്കാൻ അമേരിക്കയെ പ്രേരിപ്പിക്കുക എന്നതും ഈ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യമാണ്. ഈ വർഷം തുടക്കത്തിൽ ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തിയെങ്കിലും 2 ആഴ്ച കൊണ്ട് ആക്രമണം അവസാനിപ്പിച്ചിരുന്നു. അന്ന് ഇറാനിൽ വ്യാപക നാശനഷ്ടം ഉണ്ടാക്കിയെന്ന് അവകാശപ്പെട്ടുവെങ്കിലും തിരിച്ചടി കിട്ടിയതുകൊണ്ടാണ് ആക്രമണം അവസാനിപ്പിക്കാൻ മധ്യസ്ഥ ചർച്ച നടത്തിയത് എന്ന റിപ്പോർട്ടുകൾ പിന്നീട് പുറത്തു വന്നിരുന്നു. ബെഞ്ചമിൻ നെതന്യാഹു സന്ദർശിക്കാനെത്തുന്ന വിവരം ഡൊണാൾഡ് ട്രംപും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ മാസം അവസാനത്തോടെ തന്റെ ഫ്ലോറിഡയിലെ റിസോർട്ടിൽ വെച്ച് ബെഞ്ചമിൻ നെതന്യാഹു തന്നെ സന്ദർശിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ട്രംപ് പറഞ്ഞത്. ഗാസ സമാധാന ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ പുരോഗതി കൈവരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് കൂടിക്കാഴ്ച എന്നാണ് ഔദ്യോഗിക വിശദീകരണമെങ്കിലും ഇറാനെതിരെ സൈനിക നടപടി ആരംഭിക്കാനുള്ള ചർച്ചകളും കൂടിക്കാഴ്ചയിൽ നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുന്നത് ഇസ്രായേലി ഉദ്യോഗസ്ഥർക്കിടയിൽ ആശങ്ക വർദ്ധിച്ചിട്ടുണ്ട്. ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി വ്യാപിപ്പിക്കുന്നത് ആശങ്കാജനകമാണ്. പക്ഷേ അത് അത്ര പെട്ടെന്ന് സംഭവിക്കില്ല എന്നാണ് കരുതുന്നത് എന്നും ഇസ്രായേൽ സൈന്യവുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ വർഷം ജൂണിൽ ഇസ്രായേലും അമേരിക്കയും ഇറാനിൽ ആക്രമണം നടത്തിയിരുന്നു. അന്ന് 12 ദിവസത്തോളം നീണ്ടുനിന്ന ആക്രമണത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തതായി ഇസ്രായേലും അമേരിക്കയും അവകാശപ്പെട്ടിരുന്നു. ഈ ആണവ കേന്ദ്രങ്ങൾ വീണ്ടും വികസിപ്പിക്കാനുള്ള നീക്കമാണ് ഇസ്രായേൽ ആശങ്കയ്ക്ക് വഴിവെച്ചിരിക്കുന്നത്. ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ വികസിപ്പിക്കുകയും അത് പ്രയോഗിക്കുകയും ചെയ്താൽ അതിനെ കണ്ടെത്താനോ തടയാനോ സാധിക്കില്ലെന്ന് ഇസ്രായേൽ കരുതുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഇസ്രായേലിന് മുൻ അനുഭവവുമുണ്ട്. ഇക്കഴിഞ്ഞ ജൂണിൽ നടന്ന ആക്രമണത്തിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലിനെ നേരിടുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടിരുന്നു. മിസൈൽ ഉൽപാദനം പുനഃസ്ഥാപിക്കുന്നതിനൊപ്പം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നവീകരിക്കുന്നതും നെതന്യാഹു ട്രംപ് കൂടിക്കാഴ്ചയിൽ പ്രധാന ചർച്ചാ വിഷയമാകുമെന്ന് NBC ന്യൂസ് അടക്കം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ വർഷം ആദ്യം ഇസ്രായേലും ഇറാനും തമ്മിൽ നടന്ന കനത്ത യുദ്ധം ലോകത്തെ ആകെ ആശങ്കയിലാക്കിയിരുന്നു. ഇതിനുശേഷം ഇറാൻ മിസൈൽ പരിപാടി വീണ്ടും ശക്തിപ്പെടുത്തുന്നുവെന്നും ഇസ്രായേലിന് ഇത് ഗുരുതര ഭീഷണിയാണ് എന്നുമാണ് നെതന്യാഹുവിന്റെ വാദം. ജൂണിൽ നടന്ന ആക്രമണത്തിൽ ഇറാനിൽ 1000 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ഇറാൻ വാദിക്കുന്നത്. അന്ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം നടന്നത്. ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞർ അടക്കം ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളും തകർക്കപ്പെട്ടു. പകരമായി ഇറാൻ ഇസ്രായേലിൽ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും നടത്തി. 500ഓളം ബാലിസ്റ്റിക് മിസൈലുകളും 1100 ഡ്രോണുകളും ഇസ്രായേലിലേക്ക് അയച്ചതായാണ് ഇറാൻ അവകാശപ്പെട്ടത്. അന്ന് ഇസ്രായേലിൽ 32 പേർ കൊല്ലപ്പെടുകയും 3000-ൽ-അധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് ഇസ്രായേൽ വാദിച്ചിരുന്നത്. ഇതിന് പിന്നാലെ അമേരിക്കയും ഇസ്രായേലിനൊപ്പം ചേർന്ന് ഇറാനിൽ ആക്രമണം നടത്തി. ഇതോടെ ഇറാൻ ഖത്തറിലുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചു. 12 ദിവസം നീണ്ട ആക്രമണത്തിനൊടുവിൽ വെടിനിർത്തലിന് രാജ്യങ്ങൾ തമ്മിൽ ധാരണയായി. ഇതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ തുനിയുന്നത്. പക്ഷേ ഒറ്റയ്ക്ക് ഇറാനെ ആക്രമിക്കുന്നത് വടികൊടുത്ത് അടിവാങ്ങുന്നതിന് തുല്യമാകുമെന്ന് ഇസ്രായേലിന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേൽ അമേരിക്കയെ കൂട്ടുപിടിക്കുന്നത്. അമേരിക്കയ്ക്ക് കൂടി ഭീഷണിയാണ് എന്ന് പറഞ്ഞാൽ അമേരിക്ക ഒപ്പം നിൽക്കുമെന്നും ഇസ്രായേലിനും നെതന്യാഹുവിനും നന്നായി അറിയാം.
അതുകൊണ്ടാണ് അമേരിക്കയുടെ സഹായം തേടുന്നത്. ഈ അടുത്തും ഇസ്രയേലിന് നേർക്ക് ഇറാൻ അയച്ച ബാലിസ്റ്റിക് മിസൈൽ തടുക്കാൻ ഇസ്രയേലിന് സാധിച്ചിരുന്നില്ല. സ്വന്തമായി അയൺ ഡോം വരെയുണ്ട് എന്ന് അവകാശപ്പെട്ടിട്ടും ഇറാന്റെ മിസൈലിനെ നിർവീര്യമാക്കാൻ ഇസ്രയേലിന് സാധിക്കാതെ പോയി. ഇതാണ് ഇസ്രയേലിനെ ആശങ്കാകുലരാക്കുന്നത്.